കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഏറെ വിവാദങ്ങൾ വരുത്തി വെച്ചിരിക്കുകയാണ് കേരള സ്റ്റോറി 2. ഏതായാലും കേരള സ്റ്റോറി 2 സിനിമയ്ക്കെതിരെ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് സിനിമ എന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ശിഹാബുദ്ദീൻ റസ്വി ബറേൽവി ആരോപിച്ചു. കേരള സ്റ്റോറി 2 വ്യാജ ആഖ്യാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണെന്നും റസ്വി ബറേൽവി പറയുന്നു. ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദൻ, കേരള സ്റ്റോറി 2വിനെ എതിർക്കുന്നത് എന്തിനാണ്? എതിർത്തുകൊണ്ട് ഇവർ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്? രോഹിണി, ഗുഡ് മോർണിംഗ്. അതായത് കേരള സ്റ്റോറി 1, അതായത് കേരള സ്റ്റോറി ആദ്യത്തെ സിനിമയുടെ അലയൊലികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല. അപ്പോഴാണ് കേരള സ്റ്റോറി 2വുമായി ഇതിൻ്റെ നിർമ്മാതാക്കൾ രംഗത്തെത്തുന്നത്. ഇത് ഇപ്പോൾ മുസ്ലിം സംഘടനകളെ, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അവർ പ്രധാനമായും ഇത് മുസ്ലിം മതത്തോടുള്ള വിദ്വേഷത്തിൻ്റെ ഭാഗമാണ് ഇത്തരമൊരു സിനിമ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇത് ഭാവിയിൽ മതസ്പർദ്ധ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നുള്ളതാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ രാജ്യത്ത് ഒട്ടനവധി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നേരുദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഇത് നേരത്തെ സുപ്രീം കോടതിയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിന്നിരുന്നതായിരുന്നു. അതായത് സുപ്രീം കോടതിയിൽ ഈ സിനിമ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ വസ്തുതകൾ എന്താണെന്നുള്ളത് സുപ്രീം കോടതി പരിശോധിച്ചിരുന്നു. രാജ്യത്ത് ഇത്തരത്തിലുള്ള ധാരാളം വിഷയങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലും അടുത്ത സമയത്തായിട്ട് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ ധാരാളമായി ഉയരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആനുകാലിക പ്രസക്തമാണ് എന്നുള്ളതാണ് നിർമ്മാതാക്കളടക്കം ഇതിൻ്റെ അവകാശപ്പെടുന്നത്. എന്നാൽ മുസ്ലിം സംഘടനകൾ ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നു. അതിന് പ്രധാന കാരണം ഇത് മുസ്ലിം ഒരു മതവിഭാഗത്തെ പൂർണ്ണമായും എതിർക്കുന്നു, ആ മതവിഭാഗത്തെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഏതു തരത്തിലുണ്ടാകുമെന്നുള്ളതാണ്. മുസ്ലിം സംഘടനകൾ ഒരുപക്ഷെ കോടതിയിൽ പോകുവാനുള്ള സാധ്യതയുണ്ട്. പരസ്യമായി ഈ കേരള സ്റ്റോറി 2വിനെതിരെ ഇനിയും പ്രതിഷേധവുമായി രംഗത്തെത്തുവാൻ വേണ്ടി ചില മുസ്ലിം സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഈ കേരള സ്റ്റോറി 2 വലിയ രീതിയിൽ വീണ്ടും വിവാദമാകുകയാണ്. സ്വാഭാവികമായും അത് സിനിമയ്ക്ക് കൂടുതൽ ശക്തി പകരും, അല്ലെങ്കിൽ സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ സിനിമയ്ക്കെതിരെ ഇപ്പോൾ മുസ്ലിം സംഘടനകൾ അടിയുറച്ച്, ആദ്യ ഭാഗത്തെ ഒന്നാം ഭാഗത്തിന് തന്നെ വലിയ രീതിയിലുള്ള കടന്നാക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചിത്രം കണ്ടിറങ്ങുമ്പോൾ ഈ വിമർശിച്ചവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് പലയിടത്തും കേരളത്തിൽ നടക്കുന്നത് തന്നെയാണെന്ന്, നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന സംഭവങ്ങളാണെന്ന്. പക്ഷെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയതാണ് വലിയ വിമർശനങ്ങൾക്കും കടന്നാക്രമണത്തിനും കാരണമായത്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഹിണി, ചില വിഷയങ്ങളിൽ വിയോജിപ്പുണ്ടാകാം. പക്ഷേ മൊത്തം നോക്കുകയാണെങ്കിൽ അത് കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യം തന്നെയാണല്ലോ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമർശിക്കാൻ വേണ്ടിയുള്ള വിമർശനങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയാണല്ലേ? തീർച്ചയായിട്ടും ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഇത്തരം മുസ്ലിം സംഘടനകളുടെ വാദമുഖങ്ങളെ പ്രതിരോധിക്കുന്നത്. അത് കൃത്യമായ കണക്കുകൾ കൂടി അവർ മുന്നോട്ട് വെക്കുന്നു. അതായത് ഭീകര സംഘടനയിൽ ചേരുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇസ്ലാമിക ശക്തികളുടെ വേരോട്ടം, അല്ലെങ്കിൽ ഇത്തരം ലവ് ജിഹാദ് പോലെയുള്ള സംഭവങ്ങൾ വ്യാപകമായി ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ. അത്തരം യാഥാർത്ഥ്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചതെന്നും അതേസമയം ഒരു സമുദായത്തെ മുഴുവൻ കരിവാരി തേക്കുവാനുള്ള ഉദ്ദേശങ്ങളില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ കേരള സ്റ്റോറി ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ നിർമ്മാതാക്കൾ വ്യക്തമാക്കിയത്. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ട്രെയിസറൊക്കെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇപ്പോൾ വിവാദങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നത്. അതായത് ഒന്നാം ഭാഗം അത് ഈ ലവ് ജിഹാദിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെ ആയിരുന്നു എന്ന് നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ കണ്ടിറങ്ങിയവ പലരും അഭിപ്രായപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് പ്രതിപക്ഷ കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ആണെങ്കിലും നേതാക്കളൊക്കെ തന്നെ അത്തരം സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് അടക്കമായി തന്നെ സംബന്ധിച്ച സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേരള സ്റ്റോറി 2 ഇറങ്ങുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഇത് ചൊടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനപ്പുറത്തേക്ക് ഒരു സമുദായത്തെ കരിവാരി തേക്കുവാനോ അല്ലെങ്കിൽ ഒരു സമുദായത്തെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ഇതിലൂടെ ഉണ്ടായി
ആയിട്ടില്ല എന്നുള്ളത് നിർമ്മാതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും സെൻസർ ബോർഡിലുമൊക്കെ നിരവധി നിയമവ്യവഹാരങ്ങളും അതേപോലെ തന്നെ സുപ്രീം കോടതിയിൽ പലതവണ ഇതുമായി ബന്ധപ്പെട്ട ഹർജികളൊക്കെ തന്നെ ഉയർന്നതാണ്. അന്ന് കോടതിയും ഇതിൻ്റെ വശങ്ങൾ പരിശോധിച്ച് ശരിവെച്ച ശേഷമാണ് കേരള സ്റ്റോറി റിലീസിന് അനുമതി നൽകിയിരുന്നത്. ഏതായാലും ഇപ്പോൾ കേരള സ്റ്റോറി 2 വരാൻ പോകുന്നു. ഏത് രീതിയിലാണ് അതിനെ ഇനിയും വരും ദിവസങ്ങളിൽ ഇത്തരം ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ്. കേരള സ്റ്റോറി 2 ഇറങ്ങുമ്പോഴും പ്രകോപനവുമായി ചില സംഘടനകൾ രംഗത്ത് വരികയാണ്. കേരള സ്റ്റോറി 2 എന്ന് പറയുമ്പോഴും സുദീപ്തോസൻ അല്ല അതിൻ്റെ ഡയറക്ഷൻ, സംവിധാനം മറ്റൊരാളാണ്. പക്ഷേ എങ്കിലും കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യമാണ് പറയുന്നത്. ഒപ്പം രോഹിണി, ഈ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബീഫുമായി ബന്ധപ്പെട്ട് റീലുകളായാലും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയല്ല നമ്മുടെ കേരളം എന്ന്. പക്ഷേ നമുക്കറിയാം, ചില സംഭവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് IS-ന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ പൊയിനാച്ചി ഡെൻ്റൽ കോളേജിൽ ബന്ധപ്പെട്ട അവിടുത്തെ പഠിക്കുന്ന കുട്ടികളെ ഈ മതപരിവർത്തനത്തിന് വിധേയമാക്കിയ സാഹചര്യം, അവിടുത്തെ പല കുട്ടികളും പറഞ്ഞ ഒരു കാര്യമാണ്, ഇങ്ങനെ നിർബന്ധിതമായി മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ വിശ്വാസം, അത് ഭക്ഷണമായി കഴിഞ്ഞാലും വിശ്വാസമായി കഴിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവരെ നിർബന്ധപൂർവ്വം അത് കഴിപ്പിക്കുന്നു, അടിച്ചേൽപ്പിക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങളില്ല. കാരണം പ്രണയമാണ് ഇതിൻ്റെ പിന്നിൽ. ആ രീതിയിലേക്ക് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയൊന്നും കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇങ്ങനെയുള്ള സംഭവിക്കുന്നുണ്ട്. അതാണ് ഒരു സിനിമ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്.